ബി.ജെ.പിയുടെ അടുത്ത ദേശീയ പ്രസിഡന്റിനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമാവുകയാണ്. ഏപ്രിൽ 4-ന് പാർലമെന്റ് സമ്മേളനം അവസാനിച്ചാൽ ഇതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും. ധർമ്മേന്ദ്ര പ്രധാൻ മുതൽ ശിവരാജ് സിംഗ് ചൗഹാൻ വരെയുള്ള ആളുകളുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും അടുത്ത പ്രസിഡന്റ് ഒരു വനിതയാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ബി.ജെ.പിയുടെ അടുത്ത ദേശീയ അധ്യക്ഷൻ ആരാകുമെന്ന ചോദ്യം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചാ വിഷയമായി കഴിഞ്ഞു. ജി കിഷൻ റെഡ്ഡി, ധർമ്മേന്ദ്ര പ്രധാൻ, ഭൂപേന്ദ്ര യാദവ്, മനോഹർലാൽ ഖട്ടർ, ശിവരാജ് സിംഗ് ചൗഹാൻ അങ്ങനെ പല പേരുകൾ ചർച്ചയിലുണ്ട്. അഖിലേന്ത്യാ പ്രസിഡന്റ് ഒരു വനിതയാകട്ടെ എന്ന് പാർട്ടി തീരുമാനിച്ചാൽ ഡി പുരന്തേശ്വരി, വനതി ശ്രീനിവാസൻ എന്നിവർ പരിഗണിക്കപ്പെട്ടേക്കാം. വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ലോക്സഭയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടുത്തിയ ഉത്തർപ്രദേശിലെ പ്രകടനം എന്നിവ പരിഗണിച്ച് ആ മേഖലയിൽ നിന്ന് പുതിയ നേതാവ് വന്നേക്കാമെന്ന അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട്. ദക്ഷിണേന്ത്യയിൽ നിന്ന് എം വെങ്കയ്യ നായിഡു, ജന കൃഷ്ണമൂർത്തി, ബംഗാരു ലക്ഷ്മൺ എന്നീ മുൻ അധ്യക്ഷന്മാരുടെ പാത പിന്തുടർന്ന് ജി കിഷൻ റെഡ്ഡി പട്ടികയിൽ ഇടം പിടിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാനും ഭൂപേന്ദ്ര യാദവും പ്രമുഖ OBC മുഖങ്ങളാണ്. മനോഹർലാൽ ഖട്ടർ, ശിവരാജ് സിംഗ് ചൗഹാൻ എന്നിവർക്ക് RSSന്റെ ശക്തമായ പിന്തുണയുണ്ട്. 13 സംസ്ഥാനങ്ങളിലെ പ്രസിഡന്റുമാരെ ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ UP, കർണാടക, തമിഴ്നാട്, പശ്ചിമബംഗാൾ എന്നിവയുൾപ്പെടെ ശേഷിക്കുന്ന മിക്ക സംസ്ഥാനങ്ങളിലെയും അധ്യക്ഷന്മാരുടെ പേരുകൾ പ്രഖ്യാപിക്കും. അതിനുശേഷം ഈ മാസം അവസാനത്തോടെ ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിക്കും. 2019-ലാണ് JP നഡ്ഡ പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റായി ചുമതലയേറ്റത്. 2020 ജനുവരിയിൽ ഏകകണ്ഠമായി ബി.ജെ.പിയുടെ ദേശീയ പ്രസിഡന്റായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്താണ് കാലാവധി നീട്ടിയത്. JP നഡ്ഡ പദവിയൊഴിയുമ്പോൾ ചുമതലയേറ്റെടുക്കുന്ന അധ്യക്ഷൻ സംഘ് പരിവാറിലെ എല്ലാ വിഭാഗങ്ങൾക്കും സ്വീകാര്യനായ സംഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നേതാവായിരിക്കും എന്ന് പാർട്ടി തറപ്പിച്ചു പറയുമ്പോഴും നരേന്ദ്രമോദിയുടെ തീരുമാനമായിരിക്കും അന്തിമം. ന്യൂസ് ഡെസ്ക്, News 18.